നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഉം, ആരും മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ധർമ്മൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ധർമ്മൻ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ താനും ബാലേട്ടനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തിയേ പറഞ്ഞു വിട്ടെ. മിത്ര പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അപ്പച്ചി, ഒരിക്കലും മാമൻ അല്ല ചെറിയച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയച്ഛൻ ഒരിക്കലും ദേവമംഗലത്തിനെതിരായിട്ടൊന്നും ചെയ്യത്തില്ല. ഇത് മിക്കവാറും എൻ്റെ അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും ഒക്കെ പരിപാടിയായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അവനെങ്കില് തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? കട നടത്താൻ പറ്റില്ലെന്ന് അവൻ്റെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. മിത്ര പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. മിത്ര മുറിയിലേക്ക് ചെന്നപ്പോഴത്തേനും ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ആൻ്റെ അടുത്ത് എന്നിട്ട് മിത്ര പറഞ്ഞു, ആൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവനിട്ട് രണ്ടെണ്ണോടെ കൊടുത്തില്ല എന്ന് ഓർത്തൊരു വിഷമം എനിക്കുള്ളൂ. അന്ന് എന്നോട് ആരും പറഞ്ഞ ആ ലോകം മാറാൻ പോകുന്നില്ലെന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. അന്ന് ജയിലിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കരച്ചിലും പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്നറിയാവോ? അവൻ നല്ലവനായി മാറിയെന്ന്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ജന്മത്തിൽ അവൻ മാറില്ലാന്ന്. മിത്രേ, എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ടറിയാം. ഞാൻ കുഞ്ഞുനാളിലെ മുതൽ കാണുന്നല്ലേ, അനുശ്രീയെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ അവന്റെ നാടകങ്ങളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ അവന്റെ തനി സ്വരൂപം പുറത്തു വന്നേ. മിത്ര പറഞ്ഞു, അവനോട് ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ആര്യ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം അവന്റെ അടുത്ത് ഇല്ലാത്തതാണ്. പക്ഷെ അത് മാമന്റെ കടയായി പോയത് കൊണ്ടാ. പക്ഷെ ആര്യ, ഇവിടെ ആരും വിശ്വസിക്കുന്നില്ലോ മാമനെ. അപ്പച്ചിയാണെങ്കിലും അങ്കിളാണെങ്കിലും പറയണേ ആ മാമനെ കുടുംബത്തെ ചതിച്ചെന്ന. ആരൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലത്. കാരണം എനിക്ക് മാമനെ അറിയാം. പാവം എന്നെ കെട്ടിപ്പിടിച്ച് കരയതെ. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും കൂടെ കൂടി എന്നെ കൊണ്ടെപ്പെടുത്തിയതാടാന്നും പറഞ്ഞുകൊണ്ട്. അതെ, ഇനിയിപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും മാമനോട് ദേഷ്യമായി, അപ്പച്ചിക്ക് ഉൾപ്പെടെ. കാരണം ഇത്രയും കാലം മാമൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആന്നെ അങ്ങനെ മിത്ര സമാധാനിപ്പിക്കുകയാണ്. മിത്രയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ധർമ്മന്റെ കാര്യം ഓർത്തിട്ട്. പിന്നീട് വൈകുന്നേരം നേരത്തെ തന്നെ ബാലൻ കടയിൽ നിന്ന് പോന്നു. കാരണം കടയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാ. പുതിയൊരു കട വന്നോണ്ട് എല്ലാവരും അങ്ങോട്ടേക്കല്ലേ പോകുള്ളൂ. അപ്പൊ എല്ലാവർക്കും ആകാംക്ഷ ആ കടയിൽ എന്തൊക്കെയുണ്ട്. പോരാത്തതിന് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ് താനും. അപ്പൊ ആ കടയിൽ നല്ല കച്ചവടം കാര്യങ്ങളോ. ഇടയ്ക്കിടയ്ക്ക് ധർമ്മന് ആകെപ്പാടെ സങ്കടം വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ കച്ചവടം കുറവാന്ന് തോന്നേ. എല്ലാ ആൾക്കാരിലും ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനും കാര്യമായിരുന്നു. ബാലൻ പോയി കഴിഞ്ഞപ്പോൾ രാമേണ്ണായിരുന്നു കടയിലുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ധർമ്മം വന്ന് ഗോമതി സ്റ്റോഴ്സിലേക്ക് നോക്കിയപ്പോൾ രാമേട്ടൻ മാത്രം കടയടയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് ചെന്നു. രാമേട്ടൻ ധർമ്മനെ കണ്ടിട്ടൊന്ന് നോക്കി ചിരിച്ചു. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. കടകൾക്കാരനൊക്കെ അതിഗംഭീരമായിരുന്നില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്താളും ഒരു കാര്യം ഉറപ്പായി, നീ അവിടെ കട തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ബാലൻ ഈച്ചാൻ കടിച്ചിരിക്കേണ്ട വരും. കച്ചവടം ഒന്നും ഇല്ലാതെ ഒടുവിൽ ബാലൻ ഈ കട പൂട്ടും. കട പൂട്ടിപ്പോന്ന് പറഞ്ഞ് രാമേട്ടൻ ഒറ്റ ചിരിയായിരുന്നു. ആ ചിരി കണ്ട് ഇനിയിപ്പോൾ ധർമ്മേനെ സഹിച്ചില്ല. ധർമ്മം പോയി രാമേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇങ്ങനൊന്നും പറയില്ല രാമേട്ടാന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞു, എടാ ധർമ്മ, എനിക്ക് നിന്നെ മനസ്സിലാവും. രാമേട്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ആ കടയെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ കട തുടങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉദ്ഘാടന സമയത്താണ് കട ഇവിടെയാന്ന് ഞാൻ അറിഞ്ഞ്. പക്ഷെ ഞാനത് അവരോട് പറഞ്ഞ ഇവിടെ വേണ്ട, എനിക്ക് കട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അവര് സമ്മതിച്ചില്ല. എൻ്റെ ചേട്ടന്മാരുടെ കാര്യം അറിയാലോ, പാലായിട്ടിട്ട് ഒരടി കൊടുക്കാനായിട്ട് കാത്തിരിക്കും അവര്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടായത്. പക്ഷെ എൻ്റെ ഭാര്യ സുകന്യ, അവൾക്ക് ഈ കട വിട്ടുപോകാൻ താല്പര്യമില്ല. ആരൊക്കെ വന്നാലും ഇല്ലേലും അവൾ ഈ കട നോക്കി നടത്തുമെന്നും പറഞ്ഞോണ്ടാ. പക്ഷെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഞാനിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ദേവമംഗലത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. സാരമില്ലടാ, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബാലൻ അങ്ങനെയൊന്നും തളർന്നു പോകത്തില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. ബാലൻ സത്യസന്ധന. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അങ്ങനെയൊന്നും കോമഡി സ്റ്റോഴ്സ് പൂട്ടാൻ പോകുന്നില്ല. രാമേട്ടൻ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. എങ്ങോട്ടേക്കാലും പോയാലെന്ന് പോലും ഞാൻ ആലോചിക്കുക. ഇങ്ങനെ വേദന എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എടാ സാരമില്ല, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എടാ നിന്റെ ജീവിതമാർഗമല്ലേ, നീ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോ. എടാ അവിടെ കിട്ടാനുള്ളത് അവിടെ കിട്ടും, ഇവിടെ കിട്ടാനുള്ള ഈ കടയിൽ കിട്ടും. അത്രമാത്രം വിചാരിച്ചാൽ മതി. എന്നാലും ഞാൻ കാരണം ഇങ്ങനൊരു പ്രശ്നം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ ധർമ്മനെ ആശ്വസിപ്പിച്ചു. ഇതേ സമയത്ത് ബാലൻ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ചെന്ന് ഭാഗമൊക്കെ മേടിക്കുകയാണ്. ആ സമയത്ത് ബാലൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, കുറച്ച് വെള്ളം കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോമതി കുടിക്കാൻ വെള്ളം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ
ബാലന് ആകെപ്പാടെ വല്ലാതിരിക്കുന്നുണ്ട്. എന്താ ബാലേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്തിയെ ആനന്ദ് എന്തിയെ, അവനിപ്പൊ തന്നെ വരൂന്ന് പറഞ്ഞു. അല്ല, എങ്ങനെയുണ്ടായിരുന്നു കടയിൽ കച്ചവടം? ഓ, കച്ചവടമൊന്നും ഇല്ല ഗോമതി. ഞാൻ ഓർക്കുന്നേ കട പൂട്ടിയാലോന്ന്. ഏ, എന്താ പറഞ്ഞേ? അതെ, ഗോമതി സ്റ്റോഴ്സ് പൂട്ടിയാലോന്ന് ആലോചിക്കുന്നുണ്ട് ഗോമതി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബാലേട്ടൻ എന്താ പറയുന്നേ? ബാലേട്ടൻ്റെ 1-2 ദിവസത്തെ അധ്വാനത്തിന് ബലമാണോ അത്? വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ബലമല്ലേ? നമ്മൾ എങ്ങനെയാ കട തുടങ്ങിയെന്നുള്ള കാര്യം ബാലേട്ടന് അറിയാലോ. എന്നിട്ടിപ്പോ ബാലേട്ടൻ കട നിർത്താൻ പോവോ? ഒരു കാരണവശാലും അത് പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും കടയുമായിട്ട് മുന്നോട്ട് പോണം. അങ്ങനെ നമ്മളെ തോൽപ്പിക്കാന്ന് ആരും കരുതണ്ട. ഞാനിന്ന് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഗോമതി നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പത്തിനും ബാലൻ പറഞ്ഞു, എന്തിനാ ഗോമതി വെറുതെ വെല്ലുവിളിക്കാൻ പോയത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കാലമൊക്കെ മാറിയില്ലേ? ആൾക്കാർക്ക് ഇപ്പൊ വലിയ വലിയ കടകളിൽ കയറാനായിട്ട് താല്പര്യം. പണ്ട് സാധനം മേടിച്ചിരുന്ന കുറച്ച് ആൾക്കാർ വരുമായിരിക്കും. ഇപ്പൊ പിന്നെ പുതിയ പുതിയ ആൾക്കാരെല്ലാം സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ പോകുള്ളൂ. ആ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ബാലിനകത്തേക്ക് കയറിപ്പോയപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമായി. ഈ ഒരു കടയുടെ പേരിൽ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. അതേസമയം അന്നത്തെ രാത്രി കിടന്നിട്ട് ശ്രീദേവിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവിയുടെ മനസ്സിൽ അകാരണമായൊരു ഭയം ഉണ്ടാവുകയാണ്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. എന്താണെന്ന് അറിയത്തില്ല. ആ ഉപ്പും ഭരണി താഴെ വീണ് പൊട്ടിയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. കടന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരു സ്വപ്നം കാണുവാണ്. ആനന്ദെ വെച്ചിട്ടുള്ളൊരു സ്വപ്നം. ആനന്ദിന്റെ കൂടെ കൈ പിടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആനന്ദിനെ കാണാതാവുന്നേ. ശ്രീദേവി ചാടി എഴുന്നേറ്റു. ശ്രീദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം ശ്രീദേവി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല. ഇനിയിപ്പോൾ ആനന്ദേണ്ടൻ തനിക്ക് നഷ്ടപ്പെടുവോ? ആനന്ദേണ്ടൻ തന്നെ എന്നേക്കുമായിട്ട് വേണ്ടെന്ന് പറയുവോ? ഇനി വിളിക്കാൻ വരാതിരിക്കുവോ? അങ്ങനെ 100 ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. അന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ദേവമംഗലത്തും ആർക്കും ഉറങ്ങാൻ പറ്റുന്ന രാത്രി ആയിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ധർമ്മന്റെ അവസ്ഥ. സുഖിന്റെ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ധർമ്മന് ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ധർമ്മനൊന്നും പറഞ്ഞില്ല. പക്ഷെ സുകന്യക്കറിയാം കടയാണ് കാരണമെന്ന്. വൈകുന്നേരം കടയടയ്ക്കേണ്ട സമയത്ത് അച്യുതനും കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സുകന്യ എന്നിട്ട് കണക്കുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അച്യുതൻ പറഞ്ഞു, സുകന്യ ഇനി നീ വേണം കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കാനായിട്ട്. അറിയാലോ, ധർമ്മന്റെ സ്വഭാവം നിനക്കറിയാലോ. നിന്റെ കൈകളിൽ കട ഭദ്രമായിരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്യുതേട്ടൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സുകന്യക്ക് എങ്ങനെയെങ്കിലും ആ കട മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ. കാശുകാരിയാവണമെന്നൊരു ചിന്തയാ. പക്ഷെ ധർമ്മനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കൂടപ്പിറപ്പോളോട് സ്നേഹക്കൂടലാണ്. അതുകൊണ്ടാണ് ധർമ്മന് വല്ലാത്തൊരു വിഷമമായിരിക്കുന്നത്. അങ്ങനെ ധർമ്മൻ ഉറങ്ങാതെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. കാരണം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോമതി സ്റ്റോഴ്സിലേക്ക് ആൾക്കാർ കയറായിരുന്നിട്ടുണ്ടെങ്കിൽ, ഗോമതി സ്റ്റോഴ്സ് പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിറ്റേ ദിവസം ശ്രീദേവിക്ക് ഒരു കൊറിയർ വരുവാണ്. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കൊറിയറായിരുന്നത്. ഒരു ലെറ്റർ വരുവാണ്. കൊറിയറല്ല, സോറി, ലെറ്റർ വരുവാണ്. ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ആ പോസ്റ്റ് വാങ്ങിച്ച് നോക്കിയ ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് വേറൊന്നും ആയിരുന്നില്ല, ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു. ആനന്ദ് ശ്രീദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച അത് കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് ശ്രീദേവി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനി ഒരു പക്ഷെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചാലും ശ്രീദേവി ആനന്ദും പിരിയാൻ പോകുന്നില്ല. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് മീനാക്ഷിയും മിത്രയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.